ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കുമാറാകട്ടെ. അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഒരു ലക്ഷണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 6, 7 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പോ അവിടെ ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 6, 7 വാക്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപായിട്ട്, അല്ലെങ്കിൽ മഹോദ്രവ കാലഘട്ടത്തിന് മുൻപായിട്ട്, അന്ത്യന്യായവിധിക്ക് മുൻപായിട്ട് ഒക്കെ സംഭവിക്കുന്ന അനേക കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപായിട്ട് നടക്കുന്നതായ ഒരു പ്രധാന സംഭവമാണ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ പല മേഖലകളിലും ജാതി ജാതിയോട് എതിർക്കുന്നത്, അല്ലെ പല രാഷ്ട്രങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ സിവിൽ വയലൻസ് പല രാഷ്ട്രങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിലുടനീളം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, മഹായുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ സിവിൽ വാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചരിത്രവുമായിട്ട് നമ്മൾ ഈ ദിനങ്ങളിൽ തട്ടിച്ചു നോക്കുമ്പോൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ചുള്ളതായ വാർത്തകൾ കൂടുതലായിട്ട് ഈ നാളുകളിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ്, അല്ലെങ്കിൽ നമ്മൾ അന്ത്യകാലത്തോട് വളരെയധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ പഠനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ ഈ ദിനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാനായിട്ട് നമ്മൾ ഇടയായി തീരണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാനായിട്ട് ഇടയായി തീരണം. അന്ത്യകാല ലക്ഷണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപായിട്ട് രക്ഷയെക്കുറിച്ചുള്ളതായ ദൂത് നമ്മൾ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായി തീരണം. നമ്മൾ ചില കാര്യങ്ങൾ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്ത നാളുകളൊരു യുദ്ധമുണ്ടായി. എന്നാൽ ഇപ്പോഴും ആ വലിയ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ലോകത്തെ പല രാഷ്ട്രങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുകയും അത് ഒരു വേൾഡ് വാറായിട്ട് തീരുവാനുള്ള സാധ്യത വരെ അവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഇപ്പോഴും അതിൻ്റെ ടെൻഷൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അടുത്തത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതായ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ഏത് സമയത്തും ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതായ ആ ഒരു വാറ് പൊട്ടിപ്പുറപ്പെടുവാനായിട്ട് സാധ്യതയാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം നമുക്കറിയാം, അതിർത്തികളിൽ വളരെയധികം ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ചൈന ഇന്ത്യക്കെതിരായിട്ട് പല രീതിയിലും, അല്ലെങ്കിൽ പല ആഭ്യന്തര കലാപത്തിൻ്റെ പിന്നിൽ അവരുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെയാണ് വാർ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ബംഗ്ലാദേശ് പലപ്പോഴും ഇന്ത്യയെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർ സിറ്റുവേഷൻസാണ് അവിടെയും നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നത്. അതോടൊപ്പം ശ്രീലങ്കയുമായിട്ട് കഴിഞ്ഞുപോയ നാളുകളിൽ, മാലിദ്വീപുമായിട്ടുള്ള കഴിഞ്ഞുപോയ നാളുകളിൽ ഇന്ത്യക്ക് പല രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് പലപ്പോഴും യുദ്ധ സാഹചര്യത്തിലോട്ട് നീങ്ങിയില്ലെങ്കിലും അവിടെയൊക്കെയും ടെൻഷൻ നിലനിൽക്കുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടിബറ്റിലെ ചൈനയുടെ ഇടപെടലുകൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉള്ള ബന്ധത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും, ഇന്ത്യയുമായിട്ടുള്ള കാര്യത്തിൽ നോക്കിയെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള രാജ്യങ്ങളുമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ചിത്രം കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് യുദ്ധസമാനമായ സാഹചര്യത്തിൽ നീങ്ങുവാനും അത് അനേകരുടെ മരണത്തിൽ കലാശിക്കുവാനായിട്ടും
ഇടയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചൈനയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് അനേക രാഷ്ട്രങ്ങൾ എതിരുണ്ട്. അമേരിക്ക ചൈന തമ്മിലുള്ളതായ ആ വാർലൈക്ക് സിറ്റുവേഷൻസ് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചൈന തായ്വാന്, ഇപ്പോൾ ചൈന മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി ഒരു മഹാരാജ്യമായിട്ട് തീരുവാനായിട്ടുള്ള അവരുടെ ശ്രമം പലപ്പോഴും യുദ്ധകരമായൊരു സാഹചര്യത്തിലോട്ടാണ് ലോകത്തെ നയിക്കുന്നത്. ഒരു ലോകത്തെ ഒരു സൂപ്പർ പവറായിട്ട് തീരുവാനായിട്ടുള്ള അവരുടെ ശ്രമം പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ റഷ്യ ഏഷ്യയിലും യൂറോപ്പിലും കിടക്കുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ വാർ നമുക്കറിയാം. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളെയും ചൈന പോലെ തന്നെ നിയന്ത്രിച്ച ഒരു സൂപ്പർ പവറായിട്ട് തീരുവാനായിട്ടുള്ള അവരുടെ ശ്രമം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിലും ആയുധങ്ങൾ വിൽക്കുകയും അതിൽ കൂടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങളൊക്കെയും യുദ്ധകരമായ ഒരു സാഹചര്യത്തിലോട്ടാണ് ലോകത്തെ നയിക്കുന്നത്. റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ളതായ വലിയ യുദ്ധകരമായ സാഹചര്യം അടുത്ത നാളുകളിലൊക്കെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഏത് സമയത്തും ഒരു വേൾഡ് വാറിലോട്ട് മുന്നോട്ട് പോകാൻ തക്കമുള്ള സാഹചര്യങ്ങളാണ് ഇവിടെയൊക്കെയും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇസ്രയേൽ പാലസ്റ്റീൻ സിറ്റുവേഷൻസിൽ ഇസ്രയേൽ ഗാസയിൽ നടക്കുന്നതായ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളതായ മുസ്ലിംസും യഹൂദന്മാരും തമ്മിലുള്ളതായ സംഘടനകൾ, അതോടൊപ്പം തന്നെ ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്നതായ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ, അതോടൊപ്പം ഇസ്രയേലിന് സപ്പോർട്ടുമായിട്ട് കടന്നു വരുന്ന അമേരിക്ക പോലെ ചില രാജ്യങ്ങൾ, ഇതൊക്കെയും വലിയ ഒരു യുദ്ധകരമായ ഒരു സാഹചര്യത്തിലോട്ടാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതൊരു രാഷ്ട്രത്തിൻ്റെതായ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായ യുദ്ധകരമായ സാഹചര്യം നോക്കിയാലും അതെല്ലാം തന്നെ ഒരു വലിയ ലോകമഹായുദ്ധത്തിലോട്ട് നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളതായ സാഹചര്യങ്ങളാണ് ഇവിടെ എല്ലാം നിലനിൽക്കുന്നത്. നമ്മൾ മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് കൊറിയയുടെ സിറ്റുവേഷൻ അറിയാം. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ വളരെ സീരിയസായ പ്രശ്നമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നോർത്ത് കൊറിയ പലപ്പോഴും ലോകത്തെ പോലും ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അണുവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് അവർ ലോകത്തെ പോലും ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ യുദ്ധകരമായ സാഹചര്യത്തിന് പല കാരണങ്ങളുണ്ട്. പിന്നെ ഒന്ന് ഐഡിയോളജീസ് തമ്മിലുള്ളതായ ഒരു യുദ്ധം. ചൈന, റഷ്യ, വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയും മാർക്സിസത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അതായത് സോഷ്യലിസത്തിൽ കൂടെ, ദൈവമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടെ ലോകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അവരുടെ ഐഡിയോളജിയിലോട്ട് ലോകത്തെ നയിക്കുവാനായിട്ടുള്ള ശ്രമം റഷ്യ, ചൈന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈവൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാർ കൂടെ അങ്ങനെ ഒരു ഐഡിയോളജിയാണ് അവരെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അവരുടെ കീഴിലോട്ട് ആൾക്കാരെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളതായ അവരുടെ പ്രയത്നം പലപ്പോഴും ലോകത്ത് ഒരു ടെൻഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അമേരിക്ക പോലുള്ളതായ ചില രാഷ്ട്രങ്ങൾ ക്യാപിറ്റലിസം അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ കൂടെ ലോകത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇതും പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ, വ്യാപാരങ്ങൾ ഇതൊക്കെയും മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നീട് പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മതങ്ങൾ തമ്മിലുള്ളതായ കോമ്പറ്റീഷനാണ്. പ്രത്യേകിച്ച് ഈ മതങ്ങളുടേതായ മിഷൻ കൺസെപ്റ്റ്, ഇസ്ലാമിന് ഒരു മിഷൻ കൺസെപ്റ്റ് ഉണ്ട്, ലോകം ഇസ്ലാമിന് വേണ്ടി നേടുക എന്നുള്ളത്. അപ്പോൾ അവരുടെ മിഷൻ കൺസെപ്റ്റ് അതിൽ തന്നെ റോങ് അല്ല, പക്ഷേ അവരുടെ മെത്തേഡുകൾ വളരെ റോങ് ആയിട്ടാണ് ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്ലാമിക് ജിഹാദ്, ഇസ്ലാമിക് ടെററിസം ഏത് രീതിയിൽ കൂടിയാണെങ്കിൽ ലോകത്തെ ഇസ്ലാമിന് വേണ്ടി നേടുക എന്നുള്ളത് അവരുടെ പ്രവർത്തനത്തിന് ഫലമായിട്ട് പലയിടങ്ങളിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും വയലൻസ് ഇതൊക്കെയും ഉണ്ടാകുന്നുണ്ട്. നമുക്കത് ലോകത്തെ ഇപ്പോഴുള്ളതായ ഒരു 80% അല്ലെങ്കിൽ 70% പ്രശ്നങ്ങളുടെ കാരണം ഇസ്ലാമിക് ടെററിസമാണ്. അതോടൊപ്പം ഇസ്ലാമിക് ടെററിസത്തോടുകൂടി കണക്ട് ചെയ്താണ് ഇസ്രയേൽ യഹൂദന്മാരും തമ്മിലുള്ളതായ ആ യുദ്ധം എന്ന് പറയുന്നത്. ഇതെല്ലാം മതങ്ങൾ തമ്മിലുള്ളതായ ഒരു യുദ്ധമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ഫണറ്റിസം, ഹിന്ദുക്കളുടെ ഡോമിനേഷൻ ഉള്ളതായ സ്ഥലങ്ങളിൽ മൈനോറിറ്റിയെ പലപ്പോഴും അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ മുസ്ലിംസും ഹിന്ദുക്കളും അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും ഇങ്ങനെയുള്ളതായ പല മതങ്ങൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് മതങ്ങൾക്ക് ഒരു വലിയ റോള്
യുദ്ധകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ഉണ്ട്. അപ്പോൾ അല്ല അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. മതങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതാണെങ്കിൽ കൂടെ യഥാർത്ഥത്തിൽ ഇന്ന് അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ലോകത്തെ രാജ്യങ്ങളുടേതായ സിറ്റുവേഷൻസ് വളരെ റോങ് ആയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയിലെ ഒരു ഭൗമിക രാജ്യത്തിന് ലോകത്ത് സമാധാനവും സന്തോഷവും കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല. യഥാർത്ഥ സമാധാനവും സന്തോഷവും ഈ ലോകത്ത് വേണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ലോർഡ്സ് പ്രേയറിൽ ഇപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, നിൻ്റെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിലോട്ട് വരണം. അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ അന്ത്യകാലത്ത് പ്രവർത്തിക്കണം. നിലനിൽക്കുന്നതും ശാശ്വതമായിരിക്കുന്നതുമായ ഒരു രാജ്യം, ഇളകാത്തതായ ദൈവത്തിൻ്റെ രാജ്യം, സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതായ ആ ദൈവത്തിൻ്റെ രാജ്യം, യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഭൂമിയിൽ എന്ന് സ്ഥാപിതമാകുന്നു അന്ന് ലോകത്ത് സമാധാനമുണ്ടായി ജനങ്ങൾ ശാശ്വതമായ നീതിയിലും സന്തോഷത്തിലും ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ഈ അന്ത്യകാല ലക്ഷണങ്ങളൊന്നായ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടാതെ കൂടുതലായിട്ട് ജീവിതവിശുദ്ധിയോടുകൂടെ മറ്റുള്ളവരെ ദൈവസ്ഥനിലൂടെ നയിക്കുവാനും അതോടൊപ്പം തന്നെ ലോക സമാധാനത്തിന് വേണ്ടി കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാനും ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.